സ്ത്രീകളിലെ മൂഡ് സ്വിങ്സിനെ സംബന്ധിച്ച്, മാനസിക വ്യതിയാനങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരുടെ മനസ്സിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ പറ്റി പലപ്പോഴും പലരും പറയാറില്ല. കുടുംബത്തിന്റെ ഭാരം വളരെ നേരത്തെ തന്നെ ചുമലിലേറ്റേണ്ടി വരുന്നൊരു പുരുഷന്റെ മാനസിക നിലയെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് ജനങ്ങൾ വിദേശ രാജ്യത്തിൽ നാടും കുടുംബവും വീടും എല്ലാം വിട്ട് മറ്റൊരു നാട്ടിൽ വർഷങ്ങളോളം ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നെ വിളിച്ചിട്ടില്ല, എന്നോട് മിണ്ടുന്നില്ല, എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന പരാതികളുടെ കെട്ട് മാത്രം പൊട്ടിക്കുമ്പോൾ അവൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും നിങ്ങൾ ആലോചിക്കാറുണ്ടോ? 1-ാം തീയതി ആകുമ്പോൾ 2-ാം തീയതി ആകുമ്പോൾ ഭാര്യയുടെ കോള്, ഇത്ര കാശ് അയക്കണം, സ്കൂളിൽ ഇത്ര ചെലവുണ്ട്, ഫുഡിന് ഇത്ര ചെലവുണ്ട്, മറ്റു ചെലവുകൾ, ഹോസ്പിറ്റൽ ബില്ലുകൾ, ലോൺ എടുത്തത് തിരിച്ചടവ്, കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ, ഒരു 4 സെന്റ് വാങ്ങിയൊരു വീട് വെക്കാനുള്ള നെട്ടോട്ടം, കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും പ്രതീക്ഷയും ചുമലിലേറ്റി നാടും വീടും വിട്ടെറിഞ്ഞ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഓടുന്ന ആണുങ്ങളുടെ മനസ്സിൻ്റെ വേദനയെ, വ്യതിയാനത്തെ പലപ്പോഴും സമൂഹം കണ്ടില്ലെന്ന് നടിക്കലാണ്. ഒരു പെണ്ണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കരയാനും പറയാനും പലരും ഉണ്ട്. പക്ഷേ പുരുഷന്റെ വേദന, പുരുഷനല്ലേ, അവൻ കരയാൻ പാടില്ല. ഏതെങ്കിലും ഒരു പുരുഷൻ കരഞ്ഞാൽ അവൻ ആണത്വം ഇല്ലാത്തവനാണ്. പലപ്പോഴൊക്കെ ഒരു പുരുഷന്റെ വേദനയും നിസ്സഹായതയും സങ്കടങ്ങളും ഒന്ന് ആലോചിക്കുക. ഓരോ മാസവും മറ്റുള്ളവരുടെ അടുത്തുനിന്ന് കടം വാങ്ങിയിട്ടാണ് മിക്ക പുരുഷന്മാരും നിങ്ങളെ കുടുംബം പോറ്റുന്നത് എന്നൊരു മിനിമം ബോധം എങ്കിലും കാണിക്കുക. ഒരു നല്ല വാക്കെങ്കിലും അവരോട് പറയുക.